കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെ ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തത് ഒരാഴ്ച കഴിഞ്ഞാണ്. താമരശ്ശേരി സ്വദേശി ദിവ്യയ്ക്കാണ് ഭർത്താവ് വിനീഷിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റത്. വിനീഷിന്റെ മാനസിക പീഡനത്തിൽ മനംനൊന്ത് ദിവ്യയുടെ പിതാവ് കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. താമരശ്ശേരി പോലീസിൽ ദൃശ്യങ്ങളടക്കം തെളിവായി പരാതി നൽകിയിട്ടും കേസെടുക്കുന്നതിൽ വൻ വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. ഒരാഴ്ച മുമ്പാണ് താമരശ്ശേരി സ്വദേശിനി ദിവ്യയ്ക്ക് ഭർത്താവായ വിനീഷിൽ നിന്നും അതിക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നത്. ലഹരിക്കടിമയായ വിനീഷുമായുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 2 മക്കളുമായി മാറി താമസിച്ചു വരികയായിരുന്നു ദിവ്യ. ഇതിനിടെയാണ് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ദിവ്യയുടെ ബ്യൂട്ടി പാർലറിന് മുന്നിൽ വെച്ച യുവതി മർദ്ദനത്തിനിരയായത്. ഇത് ചോദ്യം ചെയ്ത ദിവ്യയുടെ പിതാവിനെയും അസഭ്യം വിളിച്ചു, മാനസികമായി പീഡിപ്പിച്ചു. മനോവിഷമത്തിൽ ഇതിനു പിന്നാലെ ദിവ്യയുടെ പിതാവ് കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. വിനീഷ് ഭാര്യ പിതാവിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പിതാവിന്റെ മരണത്തിൽ നീതി തേടി പോലീസിനെ സമീപിച്ച യുവതിയുടെ പരാതി തുടക്കത്തിൽ ഗൗനിക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. തന്നെ ബ്യൂട്ടി പാർലറിലെത്തി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് അനങ്ങിയില്ല. മർദ്ദനമേറ്റ ദിവസം പോലീസിൽ വിളിച്ച് അഭയം തേടിയെങ്കിലും മർദ്ദനമെല്ലാം കഴിഞ്ഞ ശേഷം ഏറെ വൈകിയാണ് പോലീസ് എത്തിയതെന്നും യുവതിയുടെ ആരോപണം. ഞാൻ ഒരുപാട് പ്രാവശ്യം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയതാണ്. അവിടുന്ന് ചെല്ലുമ്പോഴൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാനുള്ള ദൂരത്ത് വരെ ഞങ്ങൾ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങോട്ട് വരാൻ ഓർക്ക് തയ്യാറല്ല. അവർക്ക് ഒന്നുകിൽ വണ്ടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആളുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ. എന്നിട്ട് ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂർ തന്നെ അവിടെ ഇരുത്തിക്കും. എന്നിട്ട് ഇപ്പോഴത്തെ പെറ്റീഷൻ എടുക്കാൻ തന്നെ മടിയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ പരാതി ആയിട്ട് വരുന്നാലേ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇത്രയും തൻ്റെ അടുത്തോടെ 2 കുട്ടികളെ പോറ്റുന്നുണ്ട്, അതിന് സാറ് സഹകരിക്കും. എന്നോട് പറഞ്ഞു, അല്ലെ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വക്കിൽ വരെ എത്തിയാൽ പറഞ്ഞു, എന്നാൽ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തോളൂ, ഇവിടുന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർക്കത് നിസ്സാരമായിട്ട് പറയും, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ 2 മക്കളെ പോറ്റുന്നത് ആത്മഹത്യ ചെയ്യാനല്ല. സാറത് പറഞ്ഞു വിചാരിച്ച് ഞാൻ ചെയ്യൂലെന്ന് ഞാൻ തിരിച്ച് പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അങ്ങനെ എത്രയോ പ്രാവശ്യം താമരശ്ശേരി സ്റ്റേഷനിൽ എനിക്ക് ദുരനുഭവങ്ങളുടെ പലതും പറയാനുണ്ട്. താമരശ്ശേരി സ്റ്റേഷനിൽ വിളിച്ചാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാവാറില്ലെന്നാണ് ദിവ്യയുടെ ആരോപണം. സംഭവത്തിൽ പരാതി സ്വീകരിക്കാനോ FIR ഇടാനോ പോലീസ് തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. ഒരു പരാതി കൊടുത്താൽ അതിലെ വിവരങ്ങൾ ഭർത്താവിനെ അറിയിക്കുകയും മാറി നിൽക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്ന ചില പോലീസുകാരും സ്റ്റേഷനിലുണ്ടെന്ന് ദിവ്യ പറയുന്നു. പരാതി നൽകി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസ് വിനീതിനെതിരെ കേസെടുക്കുന്നത്. വിനീഷ് ഒളിവിലാണെന്നും അന്വേഷണം പുരോഗമിക്കുന്നുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.